ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അമൃതപ്പൊടി കൊണ്ടുള്ള ഒരു റെസിപ്പിയുമായിട്ടാണ്. നിങ്ങളുടെ വീട്ടിൽ ചെറിയ കുട്ടികളുണ്ടെങ്കിൽ ഈ റെസിപ്പി പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു പാന് അടുപ്പത്ത് വെച്ച് നിങ്ങൾക്ക് എത്ര അളവിലാണോ വേണ്ടത് അത്ര അളവിൽ അമൃതപ്പൊടി എടുക്കാം. അതായത് അമൃതപ്പൊടിയെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഒരു 5 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ. അധികമായാൽ അത് അമൃതപ്പൊടിയുടെ കളർ മാറും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഇനി ഇതിന് വേണ്ടത് നട്ട്സ്, അതായത് നിങ്ങളുടെ കുട്ടികൾ ഏത് നട്ട്സാണോ ഇഷ്ടപ്പെടുന്നത് ആ നട്ട്സ് വേണം ഇതിലോട്ട് ഇടാൻ. ഒരു പാനിലേക്ക് നെയ്യ് ഒഴിച്ചിട്ട് ആ നട്ട്സിനെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് വറുത്തെടുക്കാം. ഇനി ആ നെയ്യിലോട്ട് തന്നെ തേങ്ങ ചിരവിയത് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നല്ല മണം വരുന്നുണ്ട്. ഇനി ആ തേങ്ങ ചിരവിയതും നട്ട്സിനെയും അമൃതപ്പൊടിയിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാനിലേക്ക് ശർക്കര അല്ലെങ്കിൽ വെല്ലം ഇട്ടിട്ട് കുറച്ച് വെള്ളവും കൂട്ടി തിളപ്പിക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക അല്ലെങ്കിൽ ഏലക്കപ്പൊടി ഇട്ടുകൊടുക്കാം. വെല്ലം അല്ലെങ്കിൽ ശർക്കര മെൽട്ടായി വന്നിട്ടുണ്ട്. ഇതിനെ ആ അമൃതപ്പൊടിയിലേക്ക് ഒഴിച്ച് നന്നായി മിക്സ് ചെയ്യാം. എന്നിട്ട് അതിന് റൗണ്ട് ഷേപ്പിലോട്ട് ആക്കി കഴിഞ്ഞാൽ അമൃതപ്പൊടിയിലുണ്ടാക്കുന്ന ലഡ്ഡു റെഡിയായിട്ടുണ്ട്.